രാജീവ് രത്ന ഗാന്ധി മെയ് 21 ഇന്ന് ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയുടെ 34ാം ചരമവാർഷികമാണ്. രാജീവ് രത്ന ഗാന്ധി ഇന്ത്യയുടെ 6ാമത്തെ പ്രധാനമന്ത്രിയായിരുന്നു. ഫിറോസ് ഗാന്ധിയുടെയും ഇന്ദിരാഗാന്ധിയുടെയും മൂത്ത മകനായ രാജീവ് 40ാമത്തെ വയസ്സിൽ പ്രധാനമന്ത്രി സ്ഥാനത്തെത്തി. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി എന്ന നേട്ടം കൈവരിച്ചു. മരണാനന്തരം 1991 രാജ്യം ഒരു പൗരന് നൽകുന്ന പരമോന്നത ബഹുമതിയായ ഭാരതരത്ന പുരസ്കാരം നൽകി അദ്ദേഹത്തെ ആദരിച്ചു. ഇന്ത്യൻ എയർലൈൻസിൽ വൈമാനികനായി ഉദ്യോഗത്തിൽ ചേർന്ന രാജീവ് നെഹ്റു കുടുംബത്തിൻ്റെ രാഷ്ട്രീയത്തിൽ തീരെ തൽപരനായിരുന്നില്ല. എന്നാൽ സഞ്ജയ് ഗാന്ധിയുടെ മരണത്തിനു ശേഷം രാജീവ് പൊതുരംഗത്തേക്ക് വരികയുണ്ടായി. ഇന്ദിരയുടെ മരണത്തോടെ രാജീവിനെ കോൺഗ്രസ് നേതൃത്വം പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നിർദ്ദേശം ചെയ്തു. 1984 പൊതു തിരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ പാർലമെൻറ്റ് കണ്ട ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ രാജീവ് അധികാരത്തിലെത്തിച്ചു. രാജീവിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ഒട്ടനവധി നവീന പദ്ധതികൾ നടപ്പിലാക്കുകയുണ്ടായി. വിദ്യാഭ്യാസ രംഗത്തും ആശയവിനിമയ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്തുമെല്ലാം പുതിയ ആശയങ്ങൾ നടപ്പിലാക്കി. അമേരിക്കയുമായുള്ള ബന്ധങ്ങൾ മെച്ചപ്പെടുത്താനും രാജീവ് ശ്രദ്ധിച്ചു. അയൽ രാജ്യങ്ങളായ മാലിദ്വീപിലും ശ്രീലങ്കയിലും ഉണ്ടായ ആഭ്യന്തര പ്രശ്നങ്ങളിൽ ഇന്ത്യ സൈനികമായി ഇടപെട്ടത് രാജീവിൻ്റെ നേതൃത്വത്തിലാണ്. 1987 ബൊഫോഴ്സ് വിവാദം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ കരിനിഴൽ വീഴ്ത്തി. 1991 പൊതു തിരഞ്ഞെടുപ്പ് വരെ രാജീവ് കോൺഗ്രസ് പ്രസിഡന്റായി തുടർന്നു. 1991 പൊതു തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ തമിഴ്നാട്ടിലെ ശ്രീപെരുമ്പുത്തൂരിൽ വച്ച് LDDE തീവ്രവാദികളാൽ അദ്ദേഹം വധിക്കപ്പെട്ടു.